പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ശുശ്രൂഷയിൽ വിശ്വാസ ദൈവത്തിൻ്റെ ദാനമാണെന്നും അവിടുത്തെ ദയ മൂലമേ അത് നേടാൻ കഴിയുമെന്ന് യേശു ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇനി തുടർന്ന് യേശുവിലുള്ള വിശ്വാസം സ്വീകരിക്കുന്നവർ പരീക്ഷിക്കപ്പെടുമ്പോൾ അവർ യേശുവിൻ്റെ പക്ഷത്താണോ അതോ ഈ ലോകത്തിൻ്റെ അധികാരിയുടെ പക്ഷത്താണോ എന്ന് തിരിച്ചറിവുള്ളവരായിരിക്കണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശുദ്ധ പത്രോസ്ലീഹ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന വചനഭാഗത്തിലൂടെ നമുക്ക് പരിശോധിക്കാം. മത്തായി സുവിശേഷം 16 അധ്യായം 16ഉം 17ഉം വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. കർത്താവായ യേശു പത്രോസ്ലീഹ വിശ്വാസം ഏറ്റു പറഞ്ഞപ്പോൾ ശിമോനോട് പറയുകയാണ്, ശിമോൻ പത്രോസിനോട് പറയുകയാണ്, മാംസരക്തങ്ങളോ നിൻ്റെ ബുദ്ധിയോ നിൻ്റെ കഴിവോ അറിവോ ഒന്നുമല്ല നിനക്കത് മനസ്സിലാക്കി തന്നത്. സർവശക്തനായ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനാണ് നിനക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നതെന്ന് യേശു പത്രോസിനോട് പറയുകയാണ്. തുടർന്ന് ഈ സന്തോഷ വാർത്ത പത്രോസിനെ അറിയിച്ചതിന് ശേഷം കർത്താവ് പത്രോസ്ലീഹായെ ധാരാളം ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. യേശുവിൻ്റെ ശാസനവും അതിനെ തുടർന്ന് അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട്. ആ വചനം നമുക്ക് പരിശോധിക്കാം. മത്തായി സുവിശേഷം 16 അധ്യായം 21 മുതൽ 25 വരെയുള്ള വചനങ്ങളാണത് കാണിക്കുന്നത്. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ യേശു അറിയിച്ചു തുടങ്ങി. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. പാവപ്പെട്ട പത്രോസ്ലീഹ അങ്ങനെ പറയാനുണ്ടായ കാരണം വേറൊന്നുമല്ല. പത്രോസ് അപ്പോസ്തലന് യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന യാതൊരുവിധ ബോധ്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പാവപ്പെട്ട മീൻപിടുത്തക്കാരനാണ്. വിദ്യാഭ്യാസമോ അറിവോ പഴയ നിയമത്തിലെ തോറയോ പ്രവാചക ഗ്രന്ഥങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ കാരണം. മാനുഷികമായ ബുദ്ധിയിൽ, അല്പബുദ്ധിയിൽ പറഞ്ഞതാണ്. നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം കർത്താവായ യേശുവിനോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കാരണം ഇത്രയെല്ലാം അധികാരങ്ങളും പ്രശസ്തികളെല്ലാം യേശു വാഗ്ദാനം ചെയ്തല്ല. ശിഷ്യന്മാരിലെ പ്രഥമ ശിഷ്യനായിട്ട് ഉയർത്തുക മാത്രമല്ല, അധികാരങ്ങൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ എല്ലാം പാതാളത്തിൻ്റെ എല്ലാം താക്കോലുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. മറ്റ് ഈ ലോകത്തിൽ അഴിക്കുന്ന കെട്ടുകളെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും, സ്വർഗത്തിൽ അഴിക്കുന്നതെല്ലാം ഭൂമിയിൽ അഴിക്കപ്പെടും എന്നുള്ളതായ അധികാരങ്ങളെല്ലാം പത്രോസ്ലീഹയ്ക്ക് കർത്താവായ യേശു നൽകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പാവം മനുഷ്യൻ കർത്താവിനുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അപ്പോൾ യേശു പറഞ്ഞതായ പീഡാനുഭവങ്ങളൊന്നും യേശുവിന് അനുഭവിക്കാൻ പാടില്ല എന്ന് പത്രോസ്ലീഹ കൂടെ തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞത്, ദൈവം കനിയട്ടെ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നതെന്ന് 2 വചനങ്ങളിലൂടെ നമുക്ക് യേശുവും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, യോഹന്നാസ്ലീഹയും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മത്തായി സുവിശേഷം 20:28 ശുശ്രൂഷിക്കപ്പെടാനല്ല,
ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും വന്നിരിക്കുന്നത് പോലെ തന്നെ. യോഹന്നസ്ലീഹ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്ന 2 കാര്യങ്ങളാണ് നമ്മളീ കേട്ടത്. മറ്റുള്ളവരുടെ ശുശ്രൂഷയോ പൊക്കുവാക്കോ അതുപോലെ തന്നെ പൊങ്ങച്ച വർത്തമാനമൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ഇങ്ങോട്ട് വന്നത്. എന്തിനാണ്? അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. മോചനദ്രവ്യമായി തന്നെ നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത്. അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കർത്താവ് ദൈവമാണ്, കർത്താവിന് മഹത്വം കൊടുക്കണം, എല്ലാ വിധത്തിലും ഉന്നതിയും ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ കർത്താവായ യേശുവിൻ്റെ ദൗത്യം എന്താണ്? ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മോചനദ്രവ്യമായി ആരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവർക്കെല്ലാവർക്കും മോചനദ്രവ്യമായി താൻ മാറണമെന്നുള്ളതായിരുന്നു കർത്താവായ യേശുവിൻ്റെ ഉദ്ദേശം. തുടർന്ന് യോഹന്നാസ്ലീഹ പറയുന്നത് മറ്റൊരു വശമാണ്. പിശാചിൻ്റെ പ്രവൃത്തികൾ ഇല്ലായ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു വന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് മോചനദ്രവ്യമായിട്ട് മാറുക, ഒന്ന് പിശാചിൻ്റെ പ്രവൃത്തികൾ ഇല്ലായ്മപ്പെടുത്തുക. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്, വിശ്വാസികളെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല യേശു ലോകത്തിലേക്ക് വന്നത്. നമ്മളാരുടെയും മഹത്വം സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവമായ യേശു ലോകത്തിലേക്ക് വന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് നമ്മുടെ ഓർമ്മയിലിരിക്കണം. മത്തായി സുവിശേഷം 16 അധ്യായം 23 മുതൽ 25 വരെയുള്ളത് നമുക്ക് തുടർന്ന് വായിക്കാം. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോൾ മാനുഷികമായിട്ടുള്ള യാതൊരുവിധ പൊക്കുവാക്കുകളും യാതൊരുവിധ സംരക്ഷണവും കർത്താവായ യേശു ആഗ്രഹിക്കുന്നില്ല നമ്മളിൽ നിന്ന്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ സാത്താൻ്റെ ഒരു അടവാണിതെന്ന് പത്രോസ്ലീഹയിലൂടെ തൻ്റെ പ്രഥമ ശിഷ്യനും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായ, ശിഷ്യന്മാരിൽ പ്രമുഖനായ വിശുദ്ധ പത്രോസ്ലീഹയുടെ സാത്താൻ വന്ന് കർത്താവായ യേശുവിൻ്റെ ഈ ലോകത്തിലുള്ള പീഡാസഹനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സാത്താൻ്റെ ഉദ്ദേശം. അതിന് കർത്താവ് എന്താണ് കൊടുത്തത്? ഒരു സമ്മാനമായിട്ട് കൊടുത്തത്. സാത്താനെ ദൂരെ പോകാമെന്ന് പത്രോസിനോട് തന്നെ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. നിന്നിൽ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട് പത്രോസേ, അതുകൊണ്ട് ആ സാത്താനെ നീ ദൂരെ അകറ്റി കളയുക എന്നുള്ളത് പത്രോസിനെ ബോധ്യപ്പെടുത്തിയാണ് കർത്താവ്. നമ്മിൽ പലർക്കും അധികാരവും പ്രശസ്തിയും സമ്പത്തും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ സാത്താൻ ദൈവവുമായുള്ള ബന്ധം, നമ്മുടെ ബന്ധത്തെ തടസ്സപ്പെടുത്തി കളയും. അതുമൂലം ദൈവിക വഴികളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ലോക സുഖഭോഗങ്ങളാണോ? അല്ല. അതോ ത്യാഗവും സഹനവും നിറഞ്ഞ ദൈവിക മേഖലകളാണോ? ആണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. എന്ന് വിവേചിച്ചറിഞ്ഞില്ല എങ്കിൽ നാം പിന്തള്ളപ്പെടും. എങ്ങോട്ട്? രക്ഷയുടെ വഴിയിൽ നിന്ന് നമ്മൾ പിന്തള്ളപ്പെടും. ദൈവമായ കർത്താവ് എടുക്കപ്പെടാൻ പോകുന്ന സഭയിൽ നമ്മളാരും പെടില്ല. കൈവിടപ്പെട്ട സഭയിലേക്ക് നമ്മൾ പിന്തള്ളപ്പെടും. പീഡകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഒരു ക്രിസ്ത്യാനിക്ക് വളമാണ്. ഈ വളം സ്വീകരിക്കാതെ ഒരിക്കലും ക്രിസ്ത്യാനി വിശ്വാസത്തിൽ വളരില്ല സഹോദരങ്ങളെ. അത് ഓർമ്മയിലിരിക്കട്ടെ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. അതിനായിട്ട് യാക്കോസ്ലീഹ നമ്മളോടൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. യാക്കോവിൻ്റെ ലേഖനം 4 അധ്യായം 7, 8 വചനങ്ങൾ. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ പിശാച് നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. പിന്നെ ഒരു കാര്യം പൗലോസ്ലീഹ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ഫിലിപ്പിയർ 2:16 പറയുന്നത്. ജീവൻ്റെ വചനം എന്നുള്ള ആരാണ്? യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. അപ്പോൾ ഈ സാത്താൻ്റെതായിട്ടുള്ളൊരു തന്ത്രങ്ങളും നമ്മളിലേക്ക് വരില്ല, കടന്നു വരില്ല. നമ്മളതിൽ വഴിപ്പെട്ടു പോവുകയും ചെയ്യില്ല. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. മത്തായി വിശേഷം 16 അധ്യായം 24 മുതൽ 25 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ കുരിശ് എന്താണെന്ന്. പലർക്കും കുരിശ് എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മളിൽ പലരും കുരിശ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുരിശിൻ്റെ ശത്രുക്കളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
3-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ 18 ഇങ്ങനെയാണ് പറയുന്നത്: പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതാണ് പലരും കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശ് എന്താണെന്ന് ഏശയ്യാ പ്രവചനത്തിലൂടെ കർത്താവ് അരുളിച്ചവരുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഏശയ്യാ 53 അധ്യായം 3 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് അതിൽ പറയുന്നത്. അവൻ, അതായത് യേശു, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായി. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് യേശു ക്രിസ്തുവിനുണ്ടായ കുരിശുകൾ. ഇത് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം കർത്താവ് യോഹന്നാന്റെ വിശേഷം 15:20 പറയുന്നുണ്ട്, എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കുമെന്ന്. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുവിനെ പീഡിപ്പിച്ചത് ആരാണ്? ഈ അവർന്ന് കർത്താവായ യേശു പറഞ്ഞത് ആരാണ്? സാത്താനും സാത്താൻ്റെ പിണിയാളുകളുമായ പിശാചുക്കളും കൂടിയാണ് കർത്താവായ യേശുവിനെ പീഡിപ്പിച്ചത്. അപ്പോൾ ചോദിക്കും, മനുഷ്യരല്ലേ എന്ന്? പിശാച് ആവസിച്ച മനുഷ്യരുണ്ട്. യഹൂദ പ്രമാണികളിലും ഫരിസേയരിലും നിയമജ്ഞരിലും പിശാച് കയറിപ്പറ്റി അവരിലൂടെയാണ് ക്രിസ്തുവിനെ പിശാച് പീഡിപ്പിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ, അതിലെ കർത്താവ് കുരിശുമരണം വരിച്ച സമയത്ത് കുരിശിൽ കിടന്നുകൊണ്ട് ഏറ്റുപറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ആ യഹൂദന്മാരോ നിയമജ്ഞരോ ജനപ്രമാണികളോ ഫരിസേയരോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്. അവരിലൂടെ അസൂയ ദൈവമായ യേശുവിനെ ഉണ്ടാക്കിയെടുത്ത്, വെറുപ്പുണ്ടാക്കിയെടുത്ത്, വിദ്വേഷം ഉണ്ടാക്കിയെടുത്ത് പിശാച് അവരിലൂടെ ക്രിസ്തുവിനെ പറ്റുന്നിടത്തോളം ഉപദ്രവം ചെയ്ത് പീഡിപ്പിച്ച് എന്തെല്ലാം ചെയ്യാമോ ജീവിതകാലം മുഴുവനും ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവായ യേശു പരസ്യജീവനം നയിച്ച കാലം മുഴുവനും അവർ കർത്താവായ യേശുവിനെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. അവസാനം പിടിച്ച് കുരിശിൽ കയറ്റുകയും ചെയ്തു. അതാരാണ് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്? പിശാചാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവായ യേശു തൻ്റെ ഈ ദൗത്യം, ദക്ഷിണീയ കർമ്മം ഉപേക്ഷിച്ച് ഇവിടം വിട്ട് പോകണം. അവൻ്റെ ടാർഗറ്റ് അതായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഈ പീഡനങ്ങൾ വന്നു കഴിയുമ്പോൾ പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് ബലി നടക്കേണ്ടതിന് പകരം അവന് ഇഷ്ടപ്പെട്ട സമയത്ത് കർത്താവായ യേശു ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി കളയണം. അതായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പീഡിപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. എന്തെല്ലാം വിധത്തിലുള്ളതാണ്. സിനഗോഗിൽ നിന്ന് പുറത്താക്കൽ, കൂടാതെ മലയിൽ നിന്ന് തള്ളി താഴെയിടാൻ നോക്കുക, ദേവാലയത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക, അത് പീഡനമേൽപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ പരിഹസിക്കുക, കല്ലെറിയാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള പലവിധ പീഡനങ്ങളും കർത്താവായ യേശുവിന് സാത്താൻ ഈ പറഞ്ഞ നിയമജ്ഞരിലൂടെയും ഫരിസേയരിലൂടെയും ജനപ്രമാണികളിലൂടെയും നൽകിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും അവിടെ നിന്ന് വകവച്ചില്ല. കാരണം അവിടുത്തെ ഉദ്ദേശം എന്തായിരുന്നു? ഞാൻ അനേകർക്ക് വേണ്ടി കർത്താവായ ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും മോചനദ്രവ്യമായിട്ട് മാറണമെന്നുള്ളതായിരുന്നു അവിടുത്തെ ആഗ്രഹവും അവിടുത്തെ പദ്ധതിയും. അതായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. അത് നടപ്പാക്കേണ്ട പിതാവ് നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്നെ കർത്താവായ യേശു അത് പറഞ്ഞിട്ടാണ് ആ ബലി പൂർത്തിയാക്കിയത്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ബലി അർപ്പിച്ചത്. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് കർത്താവായ യേശു ആ ബലി പൂർത്തിയാക്കി. നമുക്ക് ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് പലർക്കും ഈ വിശ്വാസം ഇല്ല. എന്താണ് ക്രിസ്തു ഈ ലോകത്തിൽ ചെയ്തതെന്നും മോചന ദൈവമായി മാറിയത് എങ്ങനെയെന്നും പലർക്കും ബോധ്യമില്ല. അതുകൊണ്ട് തെറ്റായ രീതിയിലാണ് ഇതിനെല്ലാം നമ്മൾ കാണുന്നത്. ആവശ്യമില്ലാത്ത ദുഃഖമെല്ലാം ഈ മേഖല നമ്മൾ ചമച്ച് കിട്ടുന്നുണ്ട്. കർത്താവായ യേശു ദൈവം നമുക്ക് വേണ്ടി പീഡ സഹിക്കാൻ ഈ ലോകത്തിലേക്ക് വന്നതിനെ ഓർത്ത് നമ്മൾ വളരെയേറെ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരൻ അതിനൊരു പേരിട്ടത് ഗുഡ് ഫ്രൈഡേ എന്ന്. നമ്മൾ ഇനിയെങ്കിലും ബോധമുള്ളവരായിട്ട് മാറി കർത്താവായ യേശു നമുക്കൊരു രക്ഷകനുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക്, യേശു നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് ഇനിയെങ്കിലും നമ്മൾ വിശ്വസിച്ച് കടന്നു വരിക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. മുൻ പറഞ്ഞ പ്രവചനത്തിലുള്ളതായ യേശുവിൻ്റെ പീഡനവും കുരിശുവഹിക്കലും സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. യേശു നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുരിശുകളെ നേരിടുമ്പോഴാണ് നമുക്കത് സഹിക്കാനും ക്ഷമിക്കാനും ഇതിനെ നേരിടാനെല്ലാം സാധിക്കുന്നത്. സത്യദൈവവും സത്യമനുഷ്യനുമായ യേശു ക്രിസ്തു ആയിരിക്കും അപ്പോൾ നമ്മളിലൂടെ സഹിക്കുകയും ക്ഷമിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ യേശുവിൻ്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കാതെയാണ് പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ മസിൽ പവർ കൊണ്ടെല്ലാം ഈ പറഞ്ഞ കുരിശുകളെ നേരിടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രൈസ് ലോർഡ്. റോമാലേഖനം 10-ാം അധ്യായം 13-ാം വചനം പൗലോസ് എങ്ങനെ പഠിപ്പിക്കുന്നു? കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും. നമ്മൾ മടി കൂടാതെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. നമ്മുടേതായ യാതൊരു ബുദ്ധിവൈഭവമോ മസിൽ പവറോ മറ്റ് അറിവുകളോ അതിൽ പ്രവർത്തിക്കാമെന്ന് വിചാരിക്കരുത്. കുരിശ് വഹിക്കാൻ അല്ലെങ്കിൽ കുരിശിനെ നേരിടാൻ നമ്മൾ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടൊന്നും ശ്രമിക്കരുത്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് വേണം കുരിശിനെ നേരിടാനായിട്ട്. അതാണ് പൗലോസ്യ പഠിപ്പിക്കുന്നത്. കൂടാതെ ഭാരമേറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും രോഗങ്ങൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, വ്യാകുലതകൾ, അധ്വാനങ്ങൾ, കഠിനാധ്വാനങ്ങൾ എന്നിവയെല്ലാം കുരിശുകളായി വരുമ്പോൾ നമുക്ക് വചനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. സങ്കീർത്തനം 55:22, 1 പത്രോസ് 5:6, മത്തായി സുവിശേഷം 11:28, ജെറമിയ 17:14 ഇങ്ങനെയുള്ളതായ വചനങ്ങൾ ഉപയോഗിച്ച് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരാ, നിരന്തരം ആവർത്തിച്ച് ഈ വചനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതമാകുന്ന കുരിശ് വഹിക്കാൻ നമുക്ക് സാധിക്കും. ഏതൊക്കെയാണെന്നൊന്നുകൂടി പറയാം. സങ്കീർത്തനം 55:22, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ കർത്താവ് അനുവദിക്കുകയില്ലെന്ന്. 1 പത്രോസ് 5:6, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം യേശുവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ജെറമിയ പ്രവചനം 17:14, കർത്താവെ അവിടെ നിന്ന് എന്നെ സൗഖ്യപ്പെടുത്തിയാൽ ഞാൻ സൗഖ്യമുള്ളവനാകും, അവിടെ നിന്ന് രക്ഷിച്ചാൽ ഞാൻ രക്ഷ പ്രാപിക്കും, അങ്ങയിലാണ് എൻ്റെ അഭയം. ഇങ്ങനെയുള്ള വചനങ്ങൾ ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, 20 പ്രാവശ്യമല്ല, ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുരിശുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആകുലതകളും വ്യാകുലതകളെല്ലാം നമ്മളറിയാതെ മഞ്ഞ് വെയിലത്തുരുകുന്ന പോലെ ഉരുകിപ്പോകും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. അപ്പോൾ നമ്മൾ കുരിശിൻ്റെ മിത്രമായിട്ട് തീരും. നമ്മൾ നേരത്തെ കേട്ട് ഫിലിപ്പിയർ 4-3 അധ്യായം 18-ാം വചനം, നിങ്ങൾ കുരിശിൻ്റെ ശത്രുക്കളാകാതെ മിത്രങ്ങളായിട്ട് മാറാൻ ശ്രമിക്കുക. അപ്പോഴേ ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ യോഹന്നാസിയ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 1 യോഹന്നാൻ 2:6, യേശുവിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളെല്ലാവരും പറഞ്ഞു, ഞാൻ യേശുവിൽ വസിക്കുന്നു, യേശുവിനിൽ വസിക്കുന്നു, യേശുവിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്, പ്രിയമാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആരെങ്കിലും യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കുന്നുണ്ടോ? യേശയ പ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടതുപോലുള്ളതായ കുരിശുകളും നിന്ദനങ്ങളും അപമാനങ്ങളും പീഡകളും നമ്മൾ സഹിക്കാൻ തയ്യാറാണോ? അപ്പോൾ നമ്മൾ യേശു നടന്ന അതേ വഴിയിലാണോ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. തിരിച്ച് നമുക്ക് മത്തായി സുവിശേഷം 16-ാം അധ്യായം 25 തിരിച്ചു വരാം. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഉദാഹരണമായിട്ട് മത്തായി സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് യേശു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ യൂദാസിനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിൻ്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. സ്വജീവന് വേണ്ടി യൂദാസ് ശ്രമിച്ചപ്പോൾ തന്നെത്താൻ ജീവൻ നഷ്ടമാക്കേണ്ടി വന്നു. സൃഷ്ടിച്ച ദൈവത്തെ നേർക്കുനേർ കണ്ട് അന്നന്ന് ഒന്നിച്ച് ഭക്ഷിച്ചും പാനം ചെയ്തും ജീവിച്ചിരുന്ന കർത്താവായ യേശുവിനെ ഒരു ദുർബല നിമിഷത്തിൽ
തള്ളിപ്പറയുക മാത്രമല്ല, വിറ്റ് കാശാക്കി. അതിനെക്കുറിച്ചാണ് ഫിലിപ്പിയർ 3 അധ്യായം 18 മുതൽ 20 വരെ ഒന്നുകൂടി വായിച്ച് ഞാൻ കേൾപ്പിക്കാം. 20 വരെയുള്ള വചനങ്ങൾ. പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. 19 പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നാശമാണ് അവരുടെ അവസാനം. യൂദാസിന് സംഭവിച്ചതാണ്. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് രക്ഷകനായ യേശുവിനെ ആയിരിക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണോ അതോ ഭൂമിയിലാണോ പാതാളത്തിലാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് മാറ്റുരച്ച് നോക്കുന്നത് നല്ലതാണ്. ദൈവം ഉദരമാണോ കർത്താവായ യേശുവാണോ എന്ന് ഈ വചനത്തെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. മത്തായി 16:25 തുടർന്ന് വായിക്കാം. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. എവിടെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് കേൾക്കാം. വെളിപാട് പുസ്തകം 20:4. യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്തപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടുകൂടെ വാഴുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ കുരിശ് മിത്രമായി സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ചവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അവർ നെറ്റിയിലും കയ്യിലൊന്നും മുദ്ര സ്വീകരിച്ചില്ല. സ്വജീവൻ കർത്താവിന് വേണ്ടി കൊടുത്ത് ശിരച്ഛേദം ചെയ്ത് അവർ നിത്യജീവൻ പ്രാപിക്കുകയും 1000 വർഷം അവർ കർത്താവിനോട് വസിക്കുന്ന യോനാസ്റ്റിയ വെളിപാട് പുസ്തകത്തിൽ കണ്ടതായി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അപ്പോൾ ഉത്തമനായൊരു ക്രിസ്ത്യാനി, ക്രിസ്തു വിശ്വാസി, വിശ്വാസത്താൽ എല്ലാം ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അത് നിത്യജീവിതത്തിൽ കണ്ടെത്തുമെന്നാണ് യോനാസ്റ്റിയയുടെ ഈ വെളിപാട് പുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. അടുത്തത് റോമാലേഖനം 3 അധ്യായം 21 മുതൽ 26 വചനങ്ങൾ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ ദൈവത്തിൻ്റെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം യേശുവിനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത്. ഈ വചനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തുന്ന ദൈവനീതി, ഈ ദൈവനീതി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എഫേസ്യർ 2:8 പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് ഈ ദൈവനീതി എന്ന് പറയുന്നത്. അപ്പോൾ കൃപ നമുക്ക് കിട്ടി ദൈവത്തിൽ നിന്ന്. എങ്ങനെ? ദൈവത്തിൻ്റെ നീതിയായിട്ടാണ് നമുക്കത് കിട്ടിയത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, അവിടുന്ന് സ്നേഹിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് നമുക്ക് അർഹമായത് ദൈവം നമുക്ക് തന്നു. യേശു ക്രിസ്തുവാകുന്ന കൃപ നമുക്ക് തന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷ പ്രാപിച്ചു. തുടർന്ന് വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര വിലയെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഹെബ്രായർ 9:22. രക്തം ചിന്താതെ നമുക്കൊരിക്കലും പാപമോചനമില്ല. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനപ്രകാരം ദൈവമേ, വിശ്വാസം വഴി നീതീകരിക്കപ്പെടാനും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷ പ്രാപിക്കാനും അവിടത്തോട് സമാധാനത്തിലായിരിക്കാനും അങ്ങയുടെ മഹത്വത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഇടവരുത്താനായി പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി എന്നും ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്ത കരുണാനിധിയുമായ കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ.